തെളിവുകൾ കൺമുന്നിലെത്തുമ്പോൾ ആ കുട്ടിക്ക് കാര്യങ്ങൾ തുറന്നു പറയാമായിരുന്നു. എന്തുകൊണ്ട് ആ ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല? കഷ്ടമായി പോയി എന്ന് തുടങ്ങിയ കമന്റുകളാണെങ്കിൽ അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ നിന്നും ഞാൻ പുറത്തു വന്നു എന്നും ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ടെങ്കിൽ അത് തിരിച്ചറിയണമെന്നും തുറന്നു പറഞ്ഞ തെന്നിന്ത്യൻ താരം അനുപമ പരമേശ്വരനോട് മുൻ കാമുകനെ വില്ലനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്തിനെന്നാണ് ചോദ്യം ഉന്നയിക്കുന്നത്. 2 വർഷക്കാലം അനുഭവിക്കേണ്ടി വന്ന അബ്യൂസീവ് റിലേഷൻഷിപ്പ് തുറന്നു പറഞ്ഞതിനു പിറകെ അനുപമ പരമേശ്വരനെ എതിർത്തും തുണച്ചും നിരവധി പേർ രംഗത്തെത്തി. എതിർ പറഞ്ഞു തന്നെയാണ് അവർ അനുഭവം പങ്കുവയ്ക്കാൻ തയ്യാറായത്. എന്നെ പോലെ പവർഫുൾ ആയ ഒരാൾ എനിക്ക് പറ്റിയ ഒരു മണ്ടത്തരത്തെ കുറിച്ച് തുറന്നു പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആരാണ് പറയുക? ആ കുറ്റബോധമാണ് എന്നെ കൊണ്ട് ഇത് തുറന്നു പറയിപ്പിച്ചത്. ഞാനിത് പറയുമ്പോൾ അതിനെതിരെ നെഗറ്റിവിറ്റി വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. 90% പേർ നെഗറ്റിവിറ്റി പറഞ്ഞാലും ബാക്കി വരുന്ന 10% വേണ്ടി ആ 90% നെഗറ്റിവിറ്റിയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി തന്നെയാണ് അനുപമ തന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതും. ആ വാക്കുകളോടുള്ള സമീപനങ്ങൾ എന്ത് തന്നെയായാലും എന്താണ് നാർസിസിസ്റ്റിക് അബ്യൂസ് എന്ന് സെർച്ച് എഞ്ചിനുകളോട് ആരായാൻ അനുപമ കാരണമായിട്ടുണ്ട്. ഇത്തരം അബ്യൂസുകൾ എത്ര വ്യാപകമാണെന്നറിയാൻ ആ അഭിമുഖത്തിന് താഴെ വന്ന കമന്റുകളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി. സ്നേഹവും കരുതലും പ്രകടിപ്പിച്ച വിശ്വാസം നേടിയെടുത്ത ശേഷം പങ്കാളിയുടെ നിയന്ത്രണം മുഴുവനായി കൈപ്പിടിയിലാക്കുന്ന രീതിയാണിതെന്ന് അനുപമ പറയുന്നുണ്ട്. ആ ബന്ധം തന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിച്ചെന്നും അതുവരെ സന്തോഷത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങളിൽ പോലും ആത്മവിശ്വാസം നഷ്ടപ്പെടുകയും ആങ്സൈറ്റി പോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നെന്നും താരം പറഞ്ഞു. എന്തോ പ്രശ്നമുണ്ടെന്ന് സ്വയം സംശയം തോന്നുന്നുണ്ടെങ്കിൽ വിദഗ്ധ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എത്രയും വേഗം അതിൽ നിന്നും പുറത്തു കടക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്. ഇതൊരു ജെൻഡറിൽ മാത്രം സംഭവിക്കുന്നതല്ലെന്നും ആർക്കു വേണമെങ്കിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാമെന്നും അനുപമ പരമേശ്വരൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത്ര വ്യക്തതയോടുകൂടി ആഴത്തിലാണ് അവരുടെ അനുഭവങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഒരു ബന്ധത്തിൽ നാർസിസിസ്റ്റിക് വ്യക്തി മറ്റൊരാളെ നിയന്ത്രിക്കുകയും നിരന്തരം വേദനിപ്പിക്കുകയും അവരുടെ വികാരങ്ങളെ വില കുറച്ച് കാണുകയും ചെയ്യുന്ന പെരുമാറ്റത്തെയാണ് നാർസിസിസ്റ്റിക് പീഡനം എന്ന് പറയുന്നത്. മാറി മാറി സ്നേഹവും ആകർഷണവും പ്രകടിപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നതിലൂടെ അതിജീവിതരുടെ ആത്മവിശ്വാസവും യാഥാർത്ഥ്യബോധവും മറ്റുള്ളവരിലുള്ള വിശ്വാസവും ക്രമേണ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലായ്പ്പോഴും വലിയ വഴക്കുകളായിരിക്കണമെന്നില്ല. ബന്ധങ്ങളിലെ നാർസിസിസ്റ്റിക് അബ്യൂസീവ് വളരെ സൈലന്റും സ്ലോയുമാണ്. എന്നെ ദേഷ്യം പിടിപ്പിച്ചത് നീയാണ്, നിന്റെ പെരുമാറ്റമാണ് എന്നെ ഇങ്ങനെയാക്കിയത് തുടങ്ങിയ വാക്കുകളിലൂടെ തുടർച്ചയായി ഉത്തരവാദിത്തം മറ്റൊരാളിലേക്ക് മാറ്റുക, നിങ്ങളെ തന്നെ സ്വയം സംശയിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുക, വികാരങ്ങളെ ചെറുതായി കാണുക, ചെറിയ അനിഷ്ടങ്ങൾക്ക് പോലും മിണ്ടാതിരിക്കുന്നത് പോലുള്ള ചെറിയ പണിഷ്മെന്റുകൾ നൽകുക, അമിതമായ സംശയം, ഫോൺ പരിശോധിക്കൽ, സോഷ്യൽ മീഡിയ നിരീക്ഷിക്കൽ, ലൊക്കേഷൻ അറിയണമെന്നുള്ള നിർബന്ധം തുടങ്ങിയവ നാർസിസിസ്റ്റിക് അബ്യൂസിന്റെ ലക്ഷണങ്ങളാണ്. മെഡാണോ സെബാസ്റ്റ്യന്റെ തുറന്നു പറച്ചിലിൽ നിന്നാണ് താൻ കടന്നു പോകുന്നത് എന്തിലൂടെയാണെന്ന ചിന്ത അനുപമയ്ക്കുണ്ടായത്. താൻ അനുഭവിച്ച കാര്യങ്ങൾ അവർ തുറന്നു പറയുന്നത് ഇനിയൊരാൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഇല്ലാതിരിക്കാനാണ്, അതിലൂടെ കടന്നു പോകുന്നവരുടെ കണ്ണു തുറക്കാനാണ്. അല്ലാതെ എതിർവശം ആരുണ്ടെന്ന് അവർ യാതൊരു സൂചനയും നൽകിയിട്ടില്ല. ആ പ്രൈവസി മാനിക്കപ്പെടേണ്ടതുണ്ട്. അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പോലും തിരിച്ചറിയാതെ ജീവിതം ഉപേക്ഷിക്കേണ്ടി വന്ന ധാരാളം ആത്മാക്കൾക്കിടയിൽ നിന്നും ജീവിതം തിരിച്ചുപിടിച്ച ആർജവും കൂടെയാണ് അനുപമയും മഡോണയും മുന്നോട്ട് വെക്കുന്നത്.